ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാന വിവരങ്ങളിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പം ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം എന്താണ് പീഠഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശങ്ങളെയാണ് പീഠഭൂമി എന്ന് പറയുന്നത്. ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഉപദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ ഒരു കരഭാഗത്തെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പീഠഭൂമി എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശങ്ങളെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും അധികം വൈവിധ്യമേറിയതും വിശാലവുമായ ഭൂവിഭാഗമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും അധികം വൈവിധ്യമാർന്നതും വിശാലവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതെന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുപോലെ തന്നെ ഇതിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഡെക്കാൻ പീഠഭൂമി, അതുപോലെ മാൽവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവിഷൻസ് വരുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിക്ക്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡെക്കാൻ പീഠഭൂമി. ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അതുപോലെ തന്നെ കറുത്ത മണ്ണ് ഏറ്റവും അധികം കാണപ്പെടുന്ന പീഠഭൂമി കൂടിയാണ് ഡെക്കാൻ പീഠഭൂമി. കറുത്ത മണ്ണ് ഏത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെക്കാൻ പീഠഭൂമിയാണ്. അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം പശ്ചിമഘട്ടവും അതുപോലെ തന്നെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്ന പൂർവ്വഘട്ടമാണ്. അതുപോലെ വടക്ക് ഭാഗം എന്ന് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്ന സത്പുര നിരകളാല് സന്തുഷ്ടമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ടം, കിഴക്കാണെങ്കിൽ പൂർവ്വഘട്ടം, അതുപോലെ തന്നെ വടക്കാണെങ്കിൽ സത്പുര നിരകൾ. ഇത്രയും കാര്യങ്ങളും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മാൽവ പീഠഭൂമിയാണ്. മാൽവ പീഠഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നർമ്മദ നദിയുടെ വടക്ക് ഭാഗത്ത് കാണുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഭാഗമാണ്. നർമ്മദ നദിയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഭാഗമാണ് മാൽവ പീഠഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലായിട്ടാണ് ഈ മാൽവ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമി ഏതാണ്? മാൽവ പീഠഭൂമിയാണ്. ഈ സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ അടുത്ത ഡിവിഷനാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത് PSC ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ധാതു കലവറ ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഏതാണ്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുന്ന സംസ്ഥാനം, അതായത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ ഒഡീഷ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.